ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആണ്. കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്. പുതിയൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് CISD എന്താണെന്ന് ഞാനൊരു റീലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ഒരു പുറകിലുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് CISD എന്ന് നമ്മൾ പറയുകയാണ് ഈ വീഡിയോയിൽ. അത് നമുക്ക് ചാർട്ടിൽ തന്നെ നോക്കാം. ഈ വീഡിയോയിൽ CISD എന്താണെന്ന് മാത്രമല്ല പറയുന്നത്, അതൊരു മെത്തേഡാണ് ആക്ച്വലി. അതിന്റെ കൂടെ MSS സെറ്റപ്പുമായിട്ട് MSS എന്നുള്ളൊരു കോൺസെപ്റ്റ് മെത്തേഡ് ഉണ്ടല്ലോ, അതുമായിട്ട് വളരെ സിമിലർ ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് MSS എന്നും കൂടി ഇതിന്റെ ഇടയിൽ നമ്മൾ ഡിഫറൻസ് ആയിട്ട് പറയും. അത് മാത്രമല്ല, എങ്ങനെ CISD മെത്തേഡിനെ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും കൂടി നമ്മൾ ഇതിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു സ്വീപ്പ് അടിയിലോട്ട് തന്നിട്ടുണ്ട് മാർക്കറ്റ്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് അടിയിലോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഒരു സ്വീപ്പ് തന്നിട്ടുണ്ട്. ഇങ്ങനെ സ്വീപ്പ് തന്നതിന് ശേഷം നമ്മൾ ഒബ്വിയസ്ലി മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? ഈ ടോപ്പിലത്തെ എന്ന് വെച്ചാൽ ഈ ഒരു സ്വീപ്പിന് കാരണമായ തൊട്ട് മുമ്പുള്ള ഒരു ഹൈ ആയിരിക്കില്ലേ നമ്മളുടെ MSS സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മളുടെ MSS. ഓക്കെ, അതായിരിക്കും നമ്മളുടെ MSS എന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. CISD എന്ന് മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്വീപ്പിന്റെ തൊട്ട് മുമ്പ് ഇപ്പോൾ ഇവിടെ ബിയറിഷ് ക്യാൻഡിൽ കാണുന്നുണ്ട്, 1 2 3. ഇതിന് ശേഷം പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് തന്നിട്ടുള്ള ആ ഒരു ബിയറിഷ് മൊമെന്റത്തിന്റെ ഓപ്പൺ പ്രൈസ് മേലെയുള്ള ആ ഒരു വിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി വിക്ക് ഇപ്പോൾ ഇവിടെ ചെറിയ വിക്കാണ്, വലിയ വിക്കാണെങ്കിൽ പോലും വിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട. ആ ഒരു മൊമെന്റം, ആ ഒരു ലെവൽ, ഇതാണ് നമ്മളുടെ CISD ലെവൽ എന്ന് പറയുന്നത്. ഈ CISD ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ എൻട്രി പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് എൻട്രി പ്ലേസ് ചെയ്യുക? എൻട്രി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു CISD ലെവല് ബ്രേക്കായി പോകണം കേട്ടോ. ഇതിങ്ങനെ മേലോട്ട് ബ്രേക്കായി പോകണം. അപ്പോഴായിരിക്കും നമ്മൾ ഈ ലെവലിലോട്ട് മാർക്ക് ചെയ്ത് ഈ ലെവലിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യും. ഈ ഒരു ലെവലിൽ കൃത്യമായിട്ട് എൻട്രി പ്ലേസ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിന്റെ താഴെ വെക്കാം. ടാർഗറ്റ് നമുക്ക് ഇതിന്റെ ഒരു 1:2 1:3 മറ്റേ വെക്കാം. ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി പോയിന്റ് അല്ലെങ്കിൽ POI ഉള്ള സ്ഥലം, അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അത് വെക്കാം. മാർക്കറ്റ് അവിടെ പോയി ടാപ്പ് ചെയ്തിട്ടുണ്ടോ, ടാർഗറ്റ് അടിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. യെസ്, കറന്റ്ലി മാർക്കറ്റ് നമ്മളുടെ ആ ടാർഗറ്റ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് POI ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മളുടെ ഈ CISD. നിങ്ങളിത് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ഇത് പറയില്ല. നിങ്ങൾക്കിത് ട്രൈ ഔട്ട് ചെയ്യാം. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്തും യൂസ് ചെയ്താൽ മതി. നമുക്കപ്പോൾ ഇതിന്റെ കൂടെ ഒരു മെത്തേഡ്, ഇതിപ്പോ നമ്മളൊരു ബുള്ളിഷ് സിനാരിയോ ആണ് നോക്കിയത്. ഇതിന്റെ കൂടെ നമുക്ക് ബിയറിഷ് സിനാരിയോ കൂടെ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ബിയറിഷ് സിനാരിയോ ആയിരിക്കും ഇത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഞാൻ വരച്ചിട്ടുള്ള ഒരു POI പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ടാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാ CISD മെത്തേഡ് എവിടെ നോക്കുക? ഈ ഒരു ഹൈയിൽ, ടോപ്പിലുള്ള ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഹൈനെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മേലേക്ക് സ്വീപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെ. മേലേക്ക് സ്വീപ്പ് നടത്തിയിട്ടുണ്ട്, BSL സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് അപ്പോ ഈ ഒരു ഹൈക്ക് കാരണമായിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നത് ഈ ലോ ആണ് അല്ലെ. ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ MSS ആയിട്ട് നമ്മൾ വരയ്ക്കാറ് സാധാരണ. ഈ ഒരു ലോവിനെ മാർക്കറ്റ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അതാണ് നമ്മളുടെ MSS അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ CISD എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടോ? ഈ ഒരു ബുള്ളിഷ് മൊമെന്റം ആണ് ഈ ഒരു പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈനെ സ്വീപ്പ് ചെയ്യാനുള്ള കാരണം. ഈ ഒരു ബുള്ളിഷ് മൊമെന്റം. അപ്പൊ ഈ ബുള്ളിഷ് മൊമെന്റത്തിന്റെ
ഈ ബുള്ളിഷ് മൊമെന്റം എപ്പോഴാണോ ബ്രേക്ക് സ്റ്റാർട്ട് ആയിരിക്കുന്നത് ആ ഒരു ക്യാൻഡലിന്റെ സ്റ്റാർട്ടിങ് വരച്ചു തരാം. ഇതായിരിക്കും നമ്മുടെ CIST ലെവൽ. ഈ ലെവലായിരിക്കും നമ്മുടെ CIST ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലാണ് നമ്മളെ CIST ലെവൽ എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് ഞാൻ ടൈപ്പ് ചെയ്തിടാം CISD. ഓക്കെ, CISD. ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ലേ? ഇല്ലേ? കണ്ടോ, ഈ ഒരു ബീറിഷ് ക്യാൻഡിൽ ഇങ്ങനെ താഴെ വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അത് മേലെ കയറുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കാം. അവിടെ നിന്ന് എൻട്രി എടുക്കാം. ദെൻ താഴേക്ക് വരാം. അത് നിങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന ലെവലിലോട്ട് വരണമെന്നില്ല. ഇവിടെ ഓർഡർ ബ്ലോക്കിലോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിയണം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെയാണ് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ ബ്ലോക്കിലോട്ട് എപ്പോൾ വരണം? നമ്മളുടെ എൻട്രി പോയില്ലേ അപ്പോൾ. സോ ഈ CIST മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്ന എവിടെയായിരിക്കും? സെൽ എൻട്രി ആയിരിക്കും നമ്മളിവിടെ എടുക്കുക. ഈ CIST ഇവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിൻ്റെ ഹൈയിൽ വെക്കാം. അപ്പോഴേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 1:3 4 നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും 1:2 സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നാൽ മതി. കണ്ടോ, നമുക്ക് അതിലും കൂടുതൽ കവർ ആവാൻ പറ്റുന്നുണ്ട്. അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് വരെ നമുക്കത് കവർ ആവുന്നുണ്ട് അല്ലേ? സോ അതിന് നമ്മൾ ചുമ്മാ എവിടെയെങ്കിലൊക്കെ ഉള്ള CIST യൂസ് ചെയ്തിട്ട് കാര്യമില്ല. CISD ഒന്നാമതേ അക്യൂറസി കുറവാണ്. കാരണം കുറെ എൻട്രീസ് നമുക്ക് കിട്ടും. CISD യൂസ് ചെയ്ത് കുറെ എൻട്രീസ് കിട്ടും. പക്ഷെ ആ കുറെ എൻട്രീസിനെ അക്യൂറസി ഉള്ള എൻട്രീസ് ആക്കി നിങ്ങൾ മാറ്റണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹയർ ടൈം ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്യണം, ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യണം. ചുമ്മാ ഒരു 50 മിനിറ്റ് വന്നിട്ട് ഇത് ചുമ്മാ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഹയർ ടൈം ഫ്രെയിമുമായിട്ട് യൂസ് ചെയ്യണം. സോ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്ത് കിട്ടാം. ഓക്കെ, അനലൈസ് ചെയ്ത് കിട്ടാം. എന്നിട്ട് അത് ആവുന്നുണ്ടോ? ഇപ്പോൾ കറന്റ്ലി മാർക്കറ്റ് ക്ലോസ് ആണ്. മാർക്കറ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എന്തില്ല? മാർക്കറ്റ് വന്നിട്ടില്ല, നമ്മുടെ ആ ലെവലിലോട്ട് വന്നിട്ടില്ല. സോ നമുക്കത് നോക്കാം. എന്തായാലും നമുക്ക് നോക്കിയിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു 4 അവറിലോട്ട് തന്നെ പോവാം. 4 അവറോ 1 അവറോ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഫിക്സ്ഡ് അല്ല, 4 അവറിൽ മാത്രം നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ബേസ്ഡ് ഓൺ ചാർട്ട് നോളജ് അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം എപ്പോഴാണ് എവിടെയാണ് എന്നൊക്കെ അറിയാം. എന്താണ് ഏതിലായിരിക്കും ക്ലാരിറ്റി കൂടുതൽ എന്നൊക്കെ അറിയാം. സോ നമ്മളിവിടെ 4 അവർ ആണ് എടുക്കുന്നത്. 4 അവർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓൾറെഡി ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട് 4 അവറിൽ നോക്കുമ്പോൾ. സോ മാർക്കറ്റ് ഒരു റിവേഴ്സലിന് സാധ്യത ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ 4 അവർ ക്യാൻഡിലിന്റെ ഹൈയും കൂടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് ആദ്യം സ്വീപ്പ് പറഞ്ഞിട്ടിടാം. സ്വീപ്പാണ്, ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് തന്നെയാണ്. BSL സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. BSL ഓക്കെ, BSL സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് 15 മിനിറ്റിലോട്ട് പോയിട്ട് അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് ഇതൊന്ന് ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ. കാരണം ഇതിങ്ങനെ തോന്നിയ പോലെയൊക്കെ വന്ന് കിടക്കും. ഇതാണ് സ്വീപ്പ് ചെയ്തിട്ടുള്ള. ഓക്കെ, ഇതാണ് അപ്പോൾ 4 അവറിന്റെ ഹൈ. ഏത് ഈ കാണുന്നതാണ് 4 അവർ ഹൈ. അതിനെ സ്വീപ്പ് ചെയ്ത് അടുത്തൊരു 4 അവർ ക്യാൻഡിലാണ് ഈ കാണുന്നത്. അപ്പൊ അത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് 4 അവറിലുള്ള ഒരു BSLനെ സ്വീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 അവർ ടൈം ഫ്രെയിമിലത്തെ ഒരു 4 അവർ ക്യാൻഡിലിന്റെ ഹൈയും കൂടി സ്വീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ മാർക്കറ്റ് കൺഫേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ നമുക്ക് CISD ലെവൽ എവിടെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ലെവൽ എവിടെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ടോപ്പിലുള്ള ഹൈ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ഹൈ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടും ഈക്വൽ ഹൈ ആണ് വന്നിരിക്കുന്നത്. എനിവേ
ഈ ഒരു ഹൈന്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലെവല് ബ്രേക്ക് ആവണം. അപ്പോഴാണ് അത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുക. ഓക്കെ, അതേപോലെ ഈ രണ്ടാമത്തെ ഹൈ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഈ ഹൈന്റെ ഷിഫ്റ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ലോ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. സോ ഇതായിരിക്കും ആ ഒരു സമയത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് വരിക. ഇവിടെ ഇതും MSS നമുക്ക് മാർക്ക് ചെയ്ത് ഇടാം. ഇവിടെ CISD ലെവല് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് തൊട്ട് ഇവിടെ നിന്ന് ഈ ഹൈന്റെ കാരണമായ ബുള്ളിഷ് ക്യാൻഡിൽ ഇതുമാണ് അല്ലേ. അതിനുശേഷം ഇവിടെ ഒരു ബിയറിഷ് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ക്യാൻഡിൽ. സോ ആ ലാസ്റ്റ് ക്യാൻഡിലിന്റെ ഓപ്പൺ പ്രൈസിന്റെ അവിടെ ഈ ഒരു ലെവലില് നമുക്കൊരു CISD ലെവലായിട്ട് കൺസിഡർ ചെയ്ത് ഇടാൻ പറ്റും. CISD. ഓക്കെ, MSS ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെയാണ് MSS എന്ന് പറയാം. പിന്നെ അതിനുശേഷം നമുക്ക് ആ ഒരു ഇടയിലൊരു ക്യാൻഡിൽ ഉണ്ട്. അതല്ലാതെ വേറൊരു ബുള്ളിഷ് സിനാരിയോ വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ക്യാൻഡിലിന്റെ ഓപ്പൺ എന്ന് പറയുന്നത് ഈ ഒരു ലെവലും CISD തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഹൈ ആണ്. ഏതാ? ഈ ഹൈന്റെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഹൈന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബുള്ളിഷ് ക്യാൻഡിൽസ് വരുന്നത് ഈ രണ്ടെണ്ണമാണ്. ഓക്കെ, ഈ രണ്ടെണ്ണമാണ്. ഈ രണ്ടെണ്ണത്തിന്റെ ഓപ്പൺ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. ആ ഒരു പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാം, CISD ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ വന്ന് കഴിഞ്ഞാൽ മേ ബി മാർക്കറ്റ് താഴേക്ക് വരുമായിരിക്കാം. അപ്പൊ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കുറെ ലൈൻ വരയ്ക്കുന്ന കാരണം. പക്ഷെ എപ്പോഴും ഇതേപോലെ ഈക്വൽ ഹൈ ഒന്നും വരണമെന്നൊന്നുമില്ല. ഈക്വൽ ഹൈ ഇനിയിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമിൽ വെയിറ്റ് ചെയ്യാം. മേ ബി ഈ ഹൈ ഒന്നും കൂടി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീണ്ടും എഗെയിൻ ഒരു CISD ലെവൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു ലിക്വിഡിറ്റി സ്വീപ്പും കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു CISD ലെവൽ നോക്കി അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റും. നമുക്ക് ഒരു പെയറിലും കൂടി നോക്കാം. GBP USDയിലും കൂടി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു 4 hour ടൈം ഫ്രെയിം ഇടാം. 4 hour ടൈം ഫ്രെയിം ഇടുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഒരു ഹൈ ലിക്വിഡിറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്വീപ്പ് ആയിട്ടുണ്ട് അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലിക്വിഡിറ്റി BSL സ്വീപ്പ് ആയിട്ടുണ്ട്. സ്വീപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ഒരു 15 മിനിറ്റിലോട്ട് പോവാം. ഓക്കെ, 15 മിനിറ്റിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ CISD ആദ്യം നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കാം. എവിടെയാണെന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഉണ്ടാക്കി സ്വീപ്പ് ചെയ്തു, മാർക്കറ്റ് ബിയറിഷ് ആയ മാർക്കറ്റ് തൊട്ട് മുമ്പുള്ള ഒരു ലോനെ ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി അല്ലേ. MSS ആയി. ദെൻ നമുക്ക് വേണമെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഓർഡർ ബ്ലോക്ക് സിനാരിയോ നമുക്ക് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് താഴേക്ക് ഒരു എൻട്രി ഇവിടെ നിന്ന് എടുക്കാം. ഇങ്ങനെ എടുക്കാം. ഇതും നല്ലൊരു എൻട്രി തന്നെയാണ്. 1:2 റേഷ്യോ ഇവിടെ നിന്ന് കവറായി. ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇതിൽ കുറച്ചും കൂടി MSS സെറ്റപ്പിൽ കുറച്ചും കൂടി അക്യുറസി കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി CISD വെച്ച് നോക്കുമ്പോൾ. ഇനി ഇങ്ങനെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഒരു എൻട്രിയും കൂടി CISDയിൽ നോക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഹൈ ഉണ്ടാക്കിയിട്ടില്ലേ മാർക്കറ്റ്, നമ്മളുടെ ഓർഡർ ബ്ലോക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലേ. ഈ ഹൈ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒറിജിൻ എവിടെയാ? ബുള്ളിഷ് ഇവിടെ അല്ലേ. സോ ഇതാണ് നമ്മുടെ CISD ലെവൽ. ഓക്കെ, CISD ലെവൽ എവിടെ എങ്ങനെ വരയ്ക്കാം? ഈ ബുള്ളിഷ് ക്യാൻഡലിന്റെ ഓപ്പൺ പ്രൈസ്, ആ ഒരു ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നമ്മളിങ്ങനെ നീട്ടി വരച്ചു കഴിയുമ്പോൾ CISD ലെവലായി. നമുക്കിനി അടുത്തൊരു എൻട്രി ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ എടുക്കാം.
സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കാം 1:2 റേഷ്യോ, അല്ലെങ്കിൽ ഈ ഒരു ലോ ഇവിടെ വരെ ഒക്കെ ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസിന്റെ വലിപ്പം ചിലപ്പോൾ കൂടും, ചില സമയത്ത് വലിപ്പം കൂടും, ചില സമയത്ത് നമുക്ക് MSS സെറ്റപ്പിന് കിട്ടുന്നതിനേക്കാൾ വലിപ്പം കുറയും. ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾ ഒരിക്കലും ആദ്യം തന്നെ പോയി ഇത് ചെയ്ത് ആദ്യം തന്നെ ഇത് പോയി റിയൽ മണിയിൽ പോയി ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ബാക്ക് ടെസ്റ്റ് ഒരു 1 or 2 month എങ്കിലും ചെയ്തതിന് ശേഷം മാത്രം ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിങ്ങിൽ പാർട്ടാക്കുക. അതർവൈസ് നിങ്ങൾക്ക് അത് വർക്ക് ആവുന്നില്ല എന്ന് തോന്നിയാൽ അപ്പൊ തന്നെ അത് മാറ്റിക്കളയുക. അതുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട ആവശ്യം വേണ്ട. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു CISD ലെവൽ എവിടെയാണ് വന്നിട്ടുണ്ടാവുക എന്ന് നോക്കാം. ആദ്യം നമ്മളിപ്പോ രണ്ടാമത്തെ CISD ആണ് വരച്ചിരിക്കുന്നത്. ആദ്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഇതല്ലേ സ്വീപ്പ് ചെയ്ത ഹൈ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഹൈ 4 hourൽ വരച്ചത്. അപ്പൊ ഈ ഹൈന് ശേഷം മാർക്കറ്റ് ബീറിഷ് ആയിട്ടുണ്ട്. ഈ ഹൈ വെച്ചത് ഈ ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ ആൻഡ് ഈ ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ, അതിനുശേഷം ഒരു ബീറിഷ് ക്യാൻഡിലെ കാണുന്നത്. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഏറ്റവും താഴെയുള്ള ഓപ്പൺ പ്രൈസ് ഉണ്ടാവില്ലേ, ഈ ഒരു ലെവൽ, ഇത് CISD ലെവലാണ്. CISD ലെവലാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. കീ ലെവൽ തന്നെയാണത്, ഇത് തന്നെയാണ് CISD ലെവൽ. രണ്ടാമത്തെ CISD ലെവലാണ് നമ്മൾ ഇവിടെ വരച്ചത്. എന്നുവെച്ചാൽ വൺസ് ആ ഒരു ആദ്യത്തെ മൊമെന്റം ഒരു ലോ വെച്ചിട്ട് മേലെ പോയി ഓർഡർ ബ്ലോക്കിൽ പോയതിനു ശേഷം വീണ്ടും വരുമ്പോൾ വീണ്ടും ഒരു സ്ട്രക്ചർ ഉണ്ടായില്ലേ, താഴേക്ക് ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായില്ലേ, അതിൽ വരുന്ന CISD CISD ലെവലാണ് ആദ്യം നമ്മൾ വരച്ച ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രീസ് നോക്കാൻ പറ്റും. താഴെ എവിടെ വരെ പോകും എന്നുള്ളത് ബേസ്ഡ് ഓൺ ലിക്വിഡിറ്റി, വേറെ കുറെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഏരിയ കാണുന്നുണ്ട്, അവിടെ വരെ നമുക്ക് വെക്കാം, ഒക്കെ ചെയ്യാം. ഒക്കെ ബാക്കി നമ്മളുടെ വേറെ കുറെ കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ചുമ്മാ അത് മാത്രമല്ല, നമ്മളുടെ സെക്ഷൻസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. സോ അതെല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് കൺഫേം ചെയ്യാം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വല്ല ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ വേറെ വല്ല ടോപ്പിക്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം, ഇതുപോലെ വീഡിയോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.